എല്ലാവർക്കും മല്ലു ബിഗ് ബോസ് ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബിഗ് ബോസ് ഹൗസിലെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ അറിയാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ബിഗ് ബോസ് സീസൺ 7-ലെ 7ാം വാരത്തിലെ എലിമിനേഷനിൽ മത്സരാർത്ഥിയായ റെന ഫാത്തിമ പുറത്തായിരിക്കുകയാണ്. ലാലേട്ടന്റെ സാറ്റർഡേ എപ്പിസോഡ് ഷൂട്ട് കഴിഞ്ഞതിന് പിന്നാലെയാണ് ഈ വിവരം പുറത്തുവരുന്നത്. പ്രേക്ഷകരുടെ വോട്ടിംഗിൽ ഏറ്റവും കുറഞ്ഞ വോട്ടുകൾ നേടിയതാണ് റെനയ്ക്ക് ഷോയിൽ തുടരാനുള്ള അവസരം നഷ്ടമാവാൻ കാരണം. ഈ സീസണിൽ പലപ്പോഴും റെനയുടെ പ്രകടനം പ്രേക്ഷകരുടെ പ്രതീക്ഷക്കൊത്ത് ഉയർന്നില്ല. പല ടാസ്കുകളിലും വലിയൊരു ആത്മാർത്ഥത കാണിക്കാതെയും സ്വന്തമായ നിലപാടുകൾ ഇല്ലാത്തതിനാലും റെനയ്ക്കെതിരെ ശക്തമായ വിമർശനങ്ങൾ ഉയർന്നിരുന്നു. സുരക്ഷിതമായ കളി കളിക്കുന്ന ഒരു മത്സരാർത്ഥി എന്ന ഇമേജാണ് റെനയ്ക്ക് ഉണ്ടായിരുന്നത്. ഷോയിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കാൻ റെനയ്ക്ക് സാധിക്കാത്തതും സഹമത്സരാർത്ഥികളുമായി വലിയ വഴക്കുകൾക്കോ ആശയ സംഘടനകൾക്കോ മുതിരാതിരുന്നതും പ്രേക്ഷകർക്കിടയിൽ അതൃപ്തിയുണ്ടാക്കി. അതുമാത്രമല്ല, ആവശ്യമില്ലാത്ത സ്ഥലത്ത് കയറി വഴക്കിടുകയും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയുകയും ചെയ്തതും പ്രേക്ഷകർക്ക് റെനയിൽ ഒരു അതൃപ്തിയുണ്ടാക്കാൻ കാരണമായി. ഇതേ തുടർന്ന് വോട്ടിംഗിൽ റെന പിന്നോട്ടു പോവുകയായിരുന്നു. കൂടാതെ റെനയുടെ ഗെയിം സ്ട്രാറ്റജികൾ പ്രേക്ഷകർക്ക് ബോറടിച്ചുവെന്നും പലപ്പോഴും റെന കാഴ്ചക്കാരിയെപ്പോലെ വീടിനുള്ളിൽ ഒതുങ്ങിയെന്നും സോഷ്യൽ മീഡിയയിൽ വിമർശനങ്ങൾ വന്നിരുന്നു. റെനയുടെ പക്വതയില്ലാത്ത വർത്താനവും പ്രവൃത്തികളും പ്രേക്ഷകർക്കിടയിൽ റെനയ്ക്ക് ഒരു നെഗറ്റീവ് ഇമേജ് ഉണ്ടാക്കിക്കൊടുത്തു. ഇതൊക്കെയാണ് റെനയുടെ പുറത്താകലിന് പ്രധാന കാരണമായി വിലയിരുത്തപ്പെടുന്നത്. റെനയുടെ പുറത്താകലോടെ ഈ ആഴ്ച എലിമിനേഷൻ ലിസ്റ്റിലുണ്ടായിരുന്ന മറ്റു മത്സരാർത്ഥികൾക്ക് ഷോയിൽ തുടരാം. വോട്ടിംഗ് പട്ടികയിൽ അവസാന സ്ഥാനങ്ങളിലുണ്ടായിരുന്ന മറ്റു 2 പേർക്ക് ഇത് വലിയൊരു അവസരമാണ്. റെനയുടെ പുറത്താകൽ മറ്റു മത്സരാർത്ഥികൾക്ക് ഒരു മുന്നറിയിപ്പാണ്. പ്രേക്ഷകരുടെ പിന്തുണ നേടാൻ ഓരോ നിമിഷവും നന്നായി ഉപയോഗിക്കണമെന്ന് ഇത് ഓർമ്മിപ്പിക്കുന്നു. ഈ അപ്രതീക്ഷിത പുറത്താകൽ ബിഗ് ബോസ് വീട്ടിലെ ഗെയിം പ്ലാനുകളെ എങ്ങനെ ബാധിക്കുമെന്ന് കാത്തിരുന്ന് കാണാം. പ്രേക്ഷകരുടെ വോട്ടിംഗ് ഫലം എത്രത്തോളം നിർണായകമാണെന്ന് റെനയുടെ പുറത്താകൽ വീണ്ടും തെളിയിക്കുന്നു. ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ്? കമന്റായി രേഖപ്പെടുത്തുക. അതുപോലെ കൂടുതൽ അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.